നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തദ്ദേശത്തിൽ വിധിയെഴുതി തെക്കൻ കേരളം. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 70% പോളിംഗ്. ഏറ്റവും കൂടുതൽ എറണാകുളത്ത്, കുറവ് പത്തനംതിട്ടയിൽ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ കള്ളവോട്ടെന്ന ആരോപണം. സംഘർഷത്തിലെത്തി പ്രതിഷേധം. BJPക്ക് അനുകൂലമായി പ്രീ പോൾ സർവേ ഫലം പരസ്യപ്പെടുത്തിയ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. ആവേശത്തിൽ രണ്ടാം ഘട്ടത്തിലും കലാശക്കൊട്ട്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ രാപ്പകൽ. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ ജനവിധി മറ്റന്നാൾ. നടിയെ ആക്രമിച്ച കേസിൽ പോലീസ് ഗൂഢാലോചന എന്നത് ദിലീപിന്റെ തോന്നലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെതിരെ നിയമ നടപടിക്ക് ദിലീപ്. നടൻ ദിലീപിന് നീതി കിട്ടിയെന്ന പരാമർശത്തിൽ മലക്കം മറിഞ്ഞ അടൂർ പ്രകാശ്. അതിജീവിതയ്ക്കൊപ്പമെന്നും മാധ്യമങ്ങൾ പ്രസ്താവനയെ വളച്ചൊടിച്ചുവെന്നും UDF കൺവീനർ. ദിലീപിനെ തിരിച്ചെടുക്കുവാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് FFKയിൽ നിന്നും രാജിവെച്ച് ഭാഗ്യലക്ഷ്മി. വിമാന സർവീസുകൾ റദ്ദാക്കിയതിൽ ഇൻഡിഗോയ്ക്കെതിരെ നടപടിയുമായി കേന്ദ്ര സർക്കാർ. 5% സർവീസുകൾ മറ്റു കമ്പനികൾക്ക് നൽകി. ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കുവാനുള്ള ഇടപെടൽ നടത്തണമെന്ന് പ്രധാനമന്ത്രി. സർവീസുകൾ സ്ഥിരത കൈവരിച്ചുവെന്ന് ഇൻഡിഗോ. ഇന്ന് റദ്ദാക്കിയത് 400 സർവീസുകൾ. ഇന്ത്യക്ക് മേൽ വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ നിന്നുള്ള അരിയടക്കം കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്കെതിരെ പുതിയ താരിഫുകൾ ചുമത്തുമെന്ന് ട്രംപ്. ഇന്ത്യയിൽ മെഗാ പ്രഖ്യാപനവുമായി മൈക്രോസോഫ്റ്റ്. 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് സത്യ നദെല്ല. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ 74% പോളിംഗ്. ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളത്തും, കുറവ് പത്തനംതിട്ടയിലുമാണ് ഉണ്ടായത്. ഇടുക്കി വട്ടവടയിൽ LDF BJP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയതിന് പിന്നാലെ നാളെ വട്ടവട പഞ്ചായത്തിൽ BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എറണാകുളം ജില്ലയിലാണ്. 74.55%. കഴിഞ്ഞ തവണ 77.28% ആകെ പോളിംഗ്. കൊച്ചി കോർപ്പറേഷനിൽ 61.17% പോളിംഗ് രേഖപ്പെടുത്തി. നഗരസഭകളിൽ ഉയർന്ന പോളിംഗ് മൂവാറ്റുപുഴയിലും കുറവ് തൃക്കാക്കരയിലുമാണ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ് പോളിംഗ്, 66.78%. കഴിഞ്ഞ തവണ 75.9% പോളിംഗ്. ആകെ 10,62,756 വോട്ടർമാരിൽ 7,09,695 പേരാണ് വോട്ട് ചെയ്തത്. അടൂർ നഗരസഭയിൽ 64%, പത്തനംതിട്ട നഗരസഭയിൽ 67.8%, തിരുവല്ല നഗരസഭയിൽ 60.83%, പന്തളം നഗരസഭയിൽ 71.28% വോട്ട് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം ജില്ലയിൽ 67.42% പോളിംഗ് രേഖപ്പെടുത്തി. 19,63,684 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കോർപ്പറേഷനിൽ 58.24% പോളിംഗ് രേഖപ്പെടുത്തി. മുനിസിപ്പാലിറ്റിയിൽ നെയ്യാറ്റിൻകരയാണ് കൂടുതൽ പോളിംഗ്, 70.36%. വർക്കല മുനിസിപ്പാലിറ്റിയിലാണ് കുറവ് രേഖപ്പെടുത്തിയത്. കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. കൊല്ലത്ത് 70.3% പോളിംഗ്. ആകെ 22,71,343 വോട്ടർമാരുള്ള ജില്ലയിൽ 15,96,711 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണത്തേക്കാൾ 5.65% വോട്ടിന്റെ കുറവാണ് ഇത്തവണ ഉണ്ടായത്. കൊല്ലം കോർപ്പറേഷൻ പരിധിയിലും 2.96% വോട്ടിന്റെ കുറവുണ്ടായി. പരവൂർ, പുനലൂർ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര എന്നിങ്ങനെ 4 മുനിസിപ്പാലിറ്റിയിൽ കരുനാഗപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. ആലപ്പുഴ ജില്ലയിൽ 73.76% പോളിംഗ് രേഖപ്പെടുത്തി. നിലവിൽ 13,29,475 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ തവണ ജില്ലയിൽ 74% പോളിംഗാണ് ഉണ്ടായത്. ഇടുക്കി ജില്ലയിൽ 70.2% പോളിംഗ്. കഴിഞ്ഞ തവണത്തേക്കാൾ 6% കുറവാണ്. തൊടുപുഴ നഗരസഭയിൽ 77.36%, കട്ടപ്പനയിൽ 69.56% പോളിംഗ് രേഖപ്പെടുത്തി. കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 68.22% പേർ വോട്ട് ചെയ്തു. ഇവിടെയാകെ 1803 വോട്ടർമാരാണുള്ളത്.
കോട്ടയം ജില്ലയിൽ 70.91% പോൾ ചെയ്തത്. ജില്ലയിൽ ആകെയുള്ള 16,41,176 വോട്ടർമാരിൽ 11,63,803 പേരും വോട്ട് രേഖപ്പെടുത്തി. നഗരസഭകളിൽ ഈരാറ്റുപേട്ടയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്, 85.71%. കുറവ് ചങ്ങനാശ്ശേരിയിലും 68.8%. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വൈക്കത്താണ്, കുറവ് മാടപ്പള്ളിയിലും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ ഒന്നാം ഘട്ടത്തിൽ ഒട്ടേറെ പ്രമുഖരാണ് വോട്ട് ചെയ്യാനെത്തിയത്. സിനിമ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ വോട്ട് രേഖപ്പെടുത്തി. നടൻ ദിലീപ് ആലുവയിൽ വോട്ട് ചെയ്തപ്പോൾ നടൻ മമ്മൂട്ടിക്ക് ഇക്കുറി വോട്ടുണ്ടായിരുന്നില്ല. ആലുവ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലാണ് നടൻ ദിലീപും കാവ്യ മാധവനും വോട്ട് ചെയ്യാനെത്തിയത്. എല്ലാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാനെത്തുന്ന മമ്മൂട്ടിക്ക് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലായിരുന്നു. നടി ചിപ്പിയും നടൻ രഞ്ജിത്തും തിരുവനന്തപുരം ജവഹർ നഗറിൽ വോട്ട് ചെയ്തു. തൊടുപുഴ നഗരസഭയിലെ കുമ്മൻകല്ലിലായിരുന്നു നടൻ ആസിഫ് അലിയും കുടുംബവും വോട്ട് ചെയ്തത്. എറണാകുളം പടമുകളിലായിരുന്നു നടനും സംവിധായകനുമായ ലാലിന് വോട്ട്. നടനും തിരക്കഥാകൃത്തുമായ രഞ്ജി പണിക്കർ കൊച്ചി കടവന്ത്ര സെന്റ് ജോസഫ് സ്കൂളിൽ വോട്ട് ചെയ്തു. കൊല്ലം SNDP സ്കൂളിലായിരുന്നു നടനും MLA-യുമായ മുകേഷ് വോട്ട് ചെയ്തത്. BJP നേതാവും നടനുമായ G. കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ മന്ത്രി G. സുധാകരൻ, രമേശ് ചെന്നിത്തല, മന്ത്രി സജി ചെറിയാൻ, P. പ്രസാദ് എന്നിവർ ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരം ശാസ്തമംഗലത്ത് വോട്ട് ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂർ കേസരി കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ച ക്ലാസ്സിലാണ് MP പ്രേമചന്ദ്രൻ വോട്ട് ചെയ്തത്. നീരാവിൽ SNDP UP സ്കൂളിൽ മന്ത്രി J. ചിഞ്ചുറാണി വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A. ഷാജഹാൻ പട്ടൺ സെന്റ് മേരീസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരം നഗരസഭയിൽ നിറമൺ NSS കോളേജിൽ മന്ത്രി GR അനിലും CPM ജനറൽ സെക്രട്ടറി MA ബേബി സംസ്കൃത കോളേജിലും വോട്ട് ചെയ്തു. ജോസ് കെ മാണി പാല അൽഫോൺസ കോളേജ് ബൂത്തിൽ വോട്ട് ചെയ്തു. തിരുവനന്തപുരം നഗരസഭയിൽ ഫോർട്ട് വാർഡിലായിരുന്നു മന്ത്രി V. ശിവൻകുട്ടിക്ക് വോട്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ AK ആന്റണി, MM ഹസൻ തുടങ്ങിയവർ ജഗതി സ്കൂളിലും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വട്ടിയൂർക്കാവിലും മന്ത്രി VN വാസവൻ പാമ്പാടി MGM സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ് തിരുവനന്തപുരം. R. ശ്രീലേഖയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. പ്രീപോൾ സർവേ ഫലം പരസ്യപ്പെടുത്തിയ സംഭവം സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവം ഗൗരവതരമെന്ന് കമ്മീഷൻ അറിയിച്ചു. പോളിംഗ് കഴിയും മുമ്പ് പ്രീപോൾ സർവേ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മാർഗനിർദ്ദേശം നിലനിൽക്കെയാണ് ശ്രീലേഖയുടെ നടപടി. രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ പരസ്യപ്രചരണം സമാപിച്ചു. ആവേശം നിറഞ്ഞു നിന്ന കൊട്ടിക്കലാശത്തിലൂടെ പലയിടത്തും പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി. ഒഞ്ചിയത്തും പൂക്കോട്ടൂരിലും സംഘർഷമുണ്ടായി. 7 ജില്ലകളിലും നാളെ നിശബ്ദ പ്രചരണം നടക്കും. വ്യാഴാഴ്ചയാണ് വടക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിനാണ് വടക്കൻ ജില്ലകളിൽ പരിസമാപ്തിയായത്. ആവേശോജ്വലമായ കലാശക്കൊട്ടിൽ തെരുവുകളിൽ കാഴ്ചകളുടെ ഉത്സവമായിരുന്നു. ഇടതു വലതു NDA സ്ഥാനാർത്ഥികൾ അണിനിരന്ന റോഡ് ഷോകൾ വർണ്ണാഭമായി. വെടിക്കെട്ടിനൊപ്പം നിറങ്ങൾ വാരി വിതറിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും നൃത്തം ചെയ്തും കലാശക്കൊട്ടിന് അണികൾ ആവേശം പകർന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് പരസ്യ പ്രചാരണത്തിന് തിരശ്ശീല വീണത്. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു കലാശക്കൊട്ട്. നാളെ നിശബ്ദ പ്രചാരണമാണ്. വോട്ടുറപ്പിക്കാനുള്ള അവസാന മണിക്കൂറുകൾ. മറ്റന്നാളാണ് വടക്കൻ ജില്ലകളിൽ വോട്ടെടുപ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്. മറ്റു വാർത്തകളിലേക്ക്. വിചാരണ കോടതി കുറ്റവിമുക്തനാക്കിയതോടെ പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ദിലീപ്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കാൻ തനിക്കെതിരായി പോലീസ് നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനാണ് ദിലീപിന്റെ തീരുമാനം. അന്വേഷണ സംഘം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചു. ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കിയെന്നും ദിലീപ് പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട് 8 വർഷവും 8 മാസവും പിന്നിട്ടപ്പോഴാണ് വിചാരണ കോടതിയുടെ നിർണായകമായ വിധി പുറത്തുവന്നത്. ഗൂഢാലോചനയുടെ സൂത്രധാരൻ എന്ന ആരോപണ വിധേയനായ ദിലീപ് കുറ്റവിമുക്തനായി.
ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെ പോലീസ് തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് വിധിക്ക് ശേഷം ദിലീപ് പ്രതികരിച്ചു. കേസിൽ ആദ്യഘട്ടത്തിൽ പൾസർ സുനി അടക്കം 7 പേർ മാത്രമാണ് അറസ്റ്റിലായത്. പിന്നീടാണ് ഗൂഢാലോചന കേസിൽ ദിലീപ് പിടിയിലാകുന്നത്. പൾസർ സുനി തന്നെ കൊടുക്കാൻ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപ് പോലീസിന് അന്ന് പരാതി നൽകിയിരുന്നു. സുനി ദിലീപിന് അയച്ച കത്തുമായാണ് നടൻ പോലീസിൽ പരാതി നൽകിയത്. ഈ കത്തിൽ അന്വേഷണം നടത്തിയ പോലീസ് പിന്നീട് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കേസിന്റെ ഭാഗമായി 85 ദിവസമാണ് വിചാരണ വേളയിൽ ദിലീപ് ജയിലിൽ കിടന്നത്. കുറ്റവിമുക്തനായതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരാനാണ് ദിലീപിന്റെ നീക്കം. വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ദിലീപ് അറിയിച്ചു. അതിജീവിതയുമായി തനിക്കുണ്ടായിരുന്നത് നല്ല ബന്ധമാണെന്നും ഉദ്യോഗസ്ഥർ അവരുടെ നേട്ടത്തിനായി തന്നെ ബലിയാടാക്കുകയായിരുന്നുവെന്നും ദിലീപ് പറയുന്നു. ദിലീപും ഭാര്യ കാവ്യ മാധവനും ദിലീപിന്റെ സഹോദരിയും ആലുവ സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തി. അവിടെ വെച്ച് മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞെങ്കിലും ദിലീപ് പ്രതികരണത്തിന് മുതിർന്നില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 1-ാം പ്രതി പൾസർ സുനി അടക്കം 6 പേരാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇവർക്കുള്ള ശിക്ഷ ഡിസംബർ 12 പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട കേസ് പ്രോസിക്യൂഷൻ നന്നായി കൈകാര്യം ചെയ്തുവെന്നും നിയമപരമായ പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിജീവിതയ്ക്ക് എല്ലാ പിന്തുണയും സർക്കാർ നൽകി, ഇനി അത് തുടരും. അടൂർ പ്രകാശിന്റെ പ്രസ്താവന UDF നിലപാടാണ്, പൊതുസമൂഹം അങ്ങനെ ചിന്തിക്കുന്നില്ല. UDF കൺവീനറുടെ പ്രതികരണം വിചിത്രമാണ്, നാടിൻ്റെ പൊതുവികാരത്തിനെതിരായ പ്രസ്താവനയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പൊതുവെ ഉണ്ടായ ധാരണ എല്ലാ ഘട്ടത്തിലും ആ കേസിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹവും നിയമവൃത്തങ്ങളുമെല്ലാം ദിലീപിന് നീതി കിട്ടിയെന്ന പ്രസ്താവന വിവാദമായതോടെ മലക്കം മറിഞ്ഞ് UDF കൺവീനർ അടൂർ പ്രകാശ്. താൻ അതിജീവിതയ്ക്കൊപ്പമെന്നും മാധ്യമങ്ങൾ നൽകിയത് ഒരു വശം മാത്രമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ദിലീപിന് നീതി കിട്ടിയെന്നും വേറെ ഒരു പണിയും ഇല്ലാത്തതിനാൽ സർക്കാർ അപ്പീലിന് പോകുന്നത് എന്നുമായിരുന്നു അടൂർ പ്രകാശ് ആദ്യം പ്രതികരിച്ചത്. എന്നാൽ അടൂർ പ്രകാശിൻ്റെ അഭിപ്രായം KPCC അംഗീകരിക്കുന്നില്ല എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കി. വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നിലപാട് മാറ്റം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് നീതി കിട്ടിയെന്നും വേറെ ഒരു പണിയുമില്ലാത്തതിനാൽ സർക്കാർ അപ്പീലിന് പോകുമെന്നും ആരെയൊക്കെ ഉപദ്രവിക്കാമെന്ന് ചിന്തിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളതെന്നുമാണ് UDF കൺവീനർ അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. ദിലീപിനെ അതിപ്പോ ദിലീപ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ നടന്നത് എന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട്. പ്രതികരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം CPM നേതാക്കൾ അടൂർ പ്രകാശിന്റെ പ്രസ്താവന ആയുധമാക്കി രംഗത്തെത്തി. ഇവിടെ UDF രാഷ്ട്രീയം വെച്ചുള്ള നിലപാടാണ്. നമ്മളെ പൊതുസമൂഹമൊന്നും അത്തരമൊരു പൊതുവിലെല്ലാണെന്ന് തോന്നുന്നില്ല. അടൂർ പ്രകാശിന്റെ എല്ലാം അവരുടെ പാർട്ടിയുടെ അഭിപ്രായമായിരിക്കും, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവർ അതിജീവിതയ്ക്കൊപ്പമല്ല എന്ന് അവരുടെ പക്ഷം വ്യക്തമായി. അതിജീവിതയ്ക്കൊപ്പം നിൽക്കേണ്ട, മാനുഷികമായ പരിഗണനത്തിൽ സംസാരിക്കേണ്ട ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ അപക്വവും അവലനീയമായി പോയി. എന്നാൽ അടൂർ പ്രകാശിനെ തള്ളി KPCCയും കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. KPCC അത് അംഗീകരിക്കുന്നില്ല. അതെ, ഇത് രാഷ്ട്രീയമായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുത്. എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും വിക്ടിമിന്റെ ഒപ്പം, സർവൈവറിന്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. പോളിംഗ് ദിനത്തിൽ UDF കൺവീനറുടെ വിവാദ പ്രസ്താവനയിലെ അപകടം മണത്തറിഞ്ഞ നേതാക്കൾ ഉടൻ തന്നെ അടൂർ പ്രകാശിനെ KPCC ആസ്ഥാനത്ത് വിളിക്കുകയും തുടർന്ന് തന്റെ പ്രസ്താവന തിരുത്തി അടൂർ പ്രകാശ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു. അത് പാർട്ടി അതിന്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാടിനോടൊപ്പമാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലും ആദ്യം പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കുന്ന നിലപാടായിരുന്നു അടൂർ പ്രകാശ് സ്വീകരിച്ചിരുന്നത്. വോട്ടെടുപ്പ് ദിനത്തിൽ അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വിവാദ പരാമർശം ഏതായാലും വലിയ ആയുധമാക്കിയിരിക്കുകയാണ് CPM. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അടൂർ പ്രകാശ് ദിലീപിന് അനുകൂലമായി നിലപാടെടുത്തതിൽ അത്ഭുതമില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് എന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. കോടതി വിധി നിയമരംഗത്തെ അവസാന വിധിയല്ല, സർക്കാരും മുന്നണിയും അതിജീവിതയ്ക്കൊപ്പമാണ്. ഗൂഢാലോചന നടത്തിയവർ ആരാണ് എന്ന് കണ്ടെത്തി ശിക്ഷിക്കും. അതിനുള്ള നടപടിയുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട് പ്രതികരിച്ചു. മരണാനന്തര നടപടികൾ ലഘൂകരിക്കാനായി പുതിയ ഏകീകൃത ഡിജിറ്റൽ സംവിധാനം അവതരിപ്പിച്ച് ദുബായ് സർക്കാർ. ജബിർ എന്ന പേരിലുള്ള പ്ലാറ്റ്ഫോം വഴി മരണശേഷമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും. തയ്യാറെടുക്കുന്നത് ദുബായ് ഹെൽത്ത് അതോറിറ്റിയാണ് പുതിയ സംവിധാനം പുറത്തിറക്കിയത്.
മരണശേഷമുള്ള നടപടിക്രമങ്ങൾക്കായി വിവിധ സർക്കാർ ഓഫീസുകളെ ബന്ധപ്പെടേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് ജബർ എന്ന ഏകീകൃത പ്ലാറ്റ്ഫോം. സിറ്റി മേക്കേഴ്സ് എന്ന പേരിലുള്ള ദുബായ് ഹെൽത്ത് അതോറിറ്റി നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ജബർ അവതരിപ്പിച്ചത്. മരണശേഷമുള്ള നടപടിക്രമങ്ങൾക്കായി ബന്ധുക്കൾ നേരിടുന്ന പ്രയാസങ്ങൾ ലഘൂകരിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ഓരോ കേസിനും പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. സംസ്കാര ചടങ്ങുകൾക്കും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുമൊക്കെ ഈ ഉദ്യോഗസ്ഥൻ ബന്ധുക്കളെ സഹായിക്കും. ഏതെങ്കിലും പൊതു സ്വകാര്യ ആശുപത്രിയിൽ ഒരു മരണം രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ഉടൻ തന്നെ ബന്ധപ്പെട്ട എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും തത്സമയം തന്നെ അറിയിക്കുന്ന ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ജബർ. മരണാനന്തര സേവനങ്ങൾ സുഗമമാക്കുന്ന ജബർ സംവിധാനം ദുബായ് സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന വലിയ പ്രാധാന്യമാണ് കാണിക്കുന്നതെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി ഡയറക്ടർ ജനറൽ ഡോക്ടർ അലവി അൽ ഷെയ്ഖ് അലി പറഞ്ഞു. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ സ്വകാര്യ താമസ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വിദ്യാലയങ്ങൾ മാറ്റി സ്ഥാപിക്കുവാനുള്ള നിർദ്ദേശത്തിന് നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭാ കൗൺസിൽ നേരത്തെ പ്രമേയം പുറപ്പെടുവിച്ചിരുന്നു. ഇതിനു പുറമെ മുൻ പ്രമേയത്തിൽ പുതിയ വ്യവസ്ഥ കൂടി ചേർക്കുന്നതിനും കൗൺസിൽ അംഗീകാരം നൽകി. സ്വകാര്യ പാർപ്പിട മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്വകാര്യ വിദ്യാലയങ്ങൾക്കും നഗരസഭ നൽകിയ എല്ലാ അനുമതികളും ലൈസൻസുകളും 2027-28 അധ്യയന വർഷത്തോടെ റദ്ദാക്കുമെന്നും സ്കൂൾ അടച്ചുപൂട്ടുമെന്നുമാണ് കൂട്ടിച്ചേർത്തിരിക്കുന്ന പുതിയ വ്യവസ്ഥ. കുവൈറ്റിലെ ഏറ്റവും അധികം മലയാളികൾ താമസിക്കുന്ന ജലീബ് ഷെയ്യൂഖ് പ്രദേശത്ത് ഉൾപ്പെടെ സ്വകാര്യ പാർപ്പിട മേഖലകളിൽ നിരവധി സ്വകാര്യ വിദ്യാലയങ്ങളാണ് പ്രവർത്തിക്കുന്നത്. കുവൈറ്റിലെ റെസ്റ്റോറൻറ്റ് ഓണേഴ്സ് അസോസിയേഷൻ്റെ 8ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി റെസ്റ്റോ ഫെസ്റ്റ് 2025 ഹനാൻഷ ലൈവ് എന്ന മെഗാ ഇവൻ്റ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 12 വെള്ളിയാഴ്ച വൈകിട്ട് 5 മണി മുതൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടക്കുക. ഗായകൻ ഹനാൻഷ ആദ്യമായി കുവൈറ്റിലെത്തുന്നു എന്നതാണ് ഈ ഫെസ്റ്റിൻ്റെ പ്രധാന ആകർഷണം. ജീവകാരുണ്യ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ ഇക്കാലം മുഴുവൻ മികച്ച ഇടപെടലുകൾ നടത്തിയ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആദ്യമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരക്ക് ഒഴിവാക്കുന്നതിനായി പ്രവേശനം സൗജന്യ പാസ് മുഖാന്തിരമാണ് നിയന്ത്രിക്കുന്നത്. മാധ്യമങ്ങളുടെ ഭാവി ചർച്ച ചെയ്ത് ലോകത്തിലെ ഏറ്റവും വലിയ മാധ്യമ ഉച്ചകോടികളിലൊന്നായ ബ്രിഡ്ജ് സമ്മിറ്റ് UAE തലസ്ഥാനമായ അബുദാബിയിൽ തുടങ്ങി. അച്ചടി മാധ്യമമായാലും ദൃശ്യമാധ്യമമായാലും ബ്രാൻഡിങ്ങിലാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ഇൻ്റർനാഷണൽ ന്യൂസ് മീഡിയ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും CEOയുമായ LJ വിൽക്കിൻസൺ ഉച്ചകോടിയിൽ പറഞ്ഞു. ഉള്ളടക്കം തയ്യാറാക്കുന്ന സ്ഥാപനങ്ങൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കും ബ്രാൻഡിംഗ് എന്നത് ഏറെ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഉൾപ്പെടെ 182 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ സംബന്ധിക്കുന്നുണ്ട്. പരമ്പരാഗത മാധ്യമ സ്ഥാപനങ്ങൾ വരെ മൾട്ടിമീഡിയയിലേക്ക് മാറുകയാണ്. ഓഡിയോ, വീഡിയോ ഫോർമാറ്റുകൾ ഉൾപ്പെടെ മാറ്റത്തിന് വിധേയമായെന്നും ഉച്ചകോടിയിൽ പങ്കെടുത്ത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്ററിൽ ഡിസംബർ 10 വരെ നടക്കുന്ന ഉച്ചകോടിയിൽ 200-ലേറെ പാനൽ ചർച്ചകളും 50ഓളം വർക്ക്ഷോപ്പുകളും അരങ്ങേറും. സൗദിയിൽ എയർ ടാക്സി സേവനങ്ങൾ വേഗത്തിലാക്കാൻ അമേരിക്കൻ കമ്പനിയായ ആർച്ചർ ഏവിയേഷനുമായി സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ധാരണാപത്രം ഒപ്പുവെച്ചു. സൗദിയിലെ ഭാവി ഗതാഗത സംവിധാനത്തിൻ്റെ ഭാഗമായി അഡ്വാൻസ്ഡ് എയർ മൊബിലിറ്റി വികസനത്തെ പിന്തുണയ്ക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഉടമസ്ഥതയിലുള്ള ദി ഹെലികോപ്റ്റർ കമ്പനി, റെഡ് സീ ഗ്ലോബൽ എന്നിവയുമായി സഹകരണ കരാറുകൾ ഒപ്പുവെച്ചതായി ആർച്ചർ ഏവിയേഷൻ നേരത്തെ അറിയിച്ചിരുന്നു. സൗദി അറേബ്യയ്ക്കും ഖത്തറിനുമിടയിൽ അതിവേഗ ഇലക്ട്രിക് റെയിൽവേ ലിങ്ക് സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ സൗദി ഖത്തർ കോർഡിനേഷൻ കൗൺസിൽ ഒപ്പുവെച്ചു. റിയാദ്, ദോഹ നഗരങ്ങളെ ദമാം, കുഫുഫ് വഴി തീവണ്ടിപ്പാത നിർമ്മിച്ച് ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കായാണ് കരാറായിരിക്കുന്നത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനിയും സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ്റെയും സംയുക്ത അധ്യക്ഷതയിൽ തിങ്കളാഴ്ച റിയാദിൽ ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. മസ്കറ്റ് കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച മസ്കറ്റ് കലോത്സവം സമാപിച്ചു. സീബിലെ റാമി ഡ്രീം റിസോർട്ടിലെ 3 വേദികളിലായിരുന്നു മത്സരങ്ങൾ അരങ്ങേറിയത്. 30-ലധികം ഇനങ്ങളിലായി 300-ലേറെ മത്സരാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ സ്കൂൾ കലോത്സവത്തിന് സമാനമായ രീതിയിലായിരുന്നു മത്സരവേദികൾ ഒരുക്കിയത്. ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ GV ശ്രീനിവാസ് സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഒമാനിലെ സിനിമാ സംവിധായകൻ ഡോക്ടർ ഹുമേദ് ബിൻ സയ്യിദ് അൽ അമ്രി, നടി അമ്പിളി ദേവി എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അമ്പിളി ദേവി നയിച്ച നൃത്ത പരിപാടിയും രാജേഷ് വിജയ്, ലക്ഷ്മി ജയൻ, അഖില ആനന്ദ് എന്നിവർ ചേർന്നൊരുക്കിയ സംഗീത വിരുന്നും സമാപനത്തിനോടനുബന്ധിച്ച് അരങ്ങേറി. സൗദിയിൽ മയക്കുമരുന്ന് പ്രതികളായ 3 പേരുടെ വധശിക്ഷ നടപ്പാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. 2 അഫ്ഗാനി പൗരന്മാർക്കും 1 പാകിസ്ഥാനിക്കുമാണ്
ഇന്ന് മക്ക പ്രവിശ്യയിൽ വെച്ച് വധശിക്ഷ നടപ്പാക്കിയത്. അതിമാരക രാസലഹരി ശേഖരവും ഹെറോയിനും കടത്തുന്നതിനിടയിലാണ് ഇവർ അറസ്റ്റിലായത്. കുവൈറ്റിലെ ഹല നറുക്കെടുപ്പ് കേസിലെ 15 പ്രതികൾക്കെതിരെ ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിച്ചു. അന്വേഷണം പൂർത്തിയാക്കുന്നതിനും നിയമ നടപടികൾക്കുമായി പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന പ്രതികളെ സെൻട്രൽ ജയിലിലേക്ക് അയക്കാൻ കോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിൽ നിരവധി നറുക്കെടുപ്പുകളുടെ ഫലങ്ങളിൽ വ്യാജ കൈക്കൂലി, അധികാര ദുരുപയോഗം എന്നിവയിലൂടെ സമ്മാനങ്ങൾ അനധികൃതമായി ചിലർക്ക് നൽകിയതായി കണ്ടെത്തി. റാഫേൽ വിഭാഗത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും മറ്റ് സഹപ്രവർത്തകരും ഇതിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. നിരവധി വാഹന സമ്മാനങ്ങൾ നേടിയ ഒരു പ്രവാസി സ്ത്രീ രാജ്യത്ത് നിന്ന് പുറപ്പെടാൻ ശ്രമിക്കുമ്പോൾ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വച്ചാണ് പിടിക്കപ്പെട്ടത്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ. ഇന്ന് ജിദ്ദയിൽ പെയ്ത കനത്ത മഴ കാരണം റെഡ് സീ ഫിലിം ഫെസ്റ്റിവൽ നഗരിയെ വെള്ളത്തിലാക്കി. ഇന്നലെ സിനിമാ പ്രദർശനങ്ങളും റെഡ് സീ സൂഖിൻ്റെ പ്രവർത്തനവും നിർത്തിവച്ചിട്ടുണ്ട്. യാംബുവിൽ ഇന്നലെ ഉണ്ടായ പേമാരിയിലും കൊടുങ്കാറ്റിലും വ്യാപകമായ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൗദിയിലെ വിവിധ പ്രവിശ്യകളിൽ കനത്ത മഴ തുടരുകയാണ്. റിയാദ്, മക്ക, തബൂക്ക്, ജിസാൻ, തായിഫ് തുടങ്ങിയ മേഖലകളിൽ അടുത്ത വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളത്തിലെ SIR നടപടികൾ 2 ദിവസം കൂടി നീട്ടി സുപ്രീം കോടതി. എന്യൂമറേഷൻ ഫോമുകൾ ഈ മാസം 20 വരെ സമർപ്പിക്കാം. ആവശ്യമെങ്കിൽ സമയപരിധി നീട്ടി നൽകാമെന്നും മുൻകൂട്ടി സമയം നീട്ടേണ്ട ആവശ്യമില്ല എന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഹർജികൾ 18 വീണ്ടും പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ റിമാൻഡ് റിപ്പോർട്ടുകളും FIR പകർപ്പുകളും ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ നാളെ കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. വിജിലൻസ് കോടതിയിൽ ED സമർപ്പിച്ച അപേക്ഷയിലാണ് കോടതി തീരുമാനമെടുത്തത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രേഖകൾ EDക്ക് കൈമാറുന്നതിൽ സംസ്ഥാന സർക്കാർ എതിർപ്പ് അറിയിച്ചു. എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ വിജിലൻസ് കോടതിയെ അറിയിച്ചു. വിമാന സർവീസുകൾ റദ്ദാക്കിയതിൽ ഇൻഡിഗോയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. ഇൻഡിഗോയുടെ 5% ശൈത്യകാല സർവീസുകൾ മറ്റ് കമ്പനികൾക്ക് നൽകി. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശം നൽകി. ഇൻഡിഗോയുടെ വിമാന സർവീസ് പ്രതിസന്ധി 8ാം ദിവസവും തുടരുകയാണ്. ആദ്യ ദിവസങ്ങളെ അപേക്ഷിച്ച് സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടുവെങ്കിലും പൂർണ്ണമായി സർവീസുകൾ പഴയ നിലയിലേക്ക് എത്തിയിട്ടില്ല. ഡൽഹി, ഹൈദരാബാദ്, മുംബൈ, ബംഗളൂരു, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്നുൾപ്പെടെ 400-ലധികം സർവീസുകളാണ് റദ്ദായത്. അതിനിടെ സർവീസുകൾ റദ്ദാക്കിയതിൽ ഇൻഡിഗോയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു. ഇൻഡിഗോയുടെ 5% ശൈത്യകാല സർവീസുകൾ മറ്റു കമ്പനികൾക്ക് വ്യോമയാന മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 110 സർവീസുകൾ ഇൻഡിഗോയ്ക്ക് നഷ്ടമാകും. 2200 സർവീസുകളാണ് രാജ്യത്ത് ആകെ പ്രതിദിനം ഇൻഡിഗോ നടത്തുന്നത്. അതേസമയം ആസൂത്രണത്തിലെ പോരായ്മയോ നിയമലംഘനമോ വഴി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാക്കാൻ പാടില്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. അത്തരം കമ്പനികൾക്കെതിരെ വലുപ്പച്ചെറുപ്പം നോക്കാതെ നടപടിയുണ്ടാകും. ഇൻഡിഗോയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടക്കുന്നുണ്ട്. റിപ്പോർട്ട് കിട്ടിയ ശേഷം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പാർലമെന്റിൽ അറിയിച്ചു. DGCA has issued show cause notices to Indigo's senior leadership and commenced a detailed enforcement investigation. Depending on the outcome, strict and appropriate action as empowered under the Aircraft Rules and Act will be taken. അതിനിടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടലുകൾ നടത്താൻ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. അതേസമയം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായെന്നും സർവീസുകൾ സ്ഥിരത കൈവരിച്ചുവെന്നും അവകാശപ്പെട്ട് ഇൻഡിഗോ CEO പീറ്റർ എൽബേഴ്സ് രംഗത്തെത്തി. സർക്കാർ സഹകരണത്തോടുകൂടി കാര്യങ്ങൾ ശരിയായ ദിശയിലേക്ക് എത്തിക്കുന്നുണ്ടെന്നും ഇൻഡിഗോയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തുടരണമെന്നും എൽബേഴ്സ് പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇന്ത്യയ്ക്ക് മേൽ വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയിൽ നിന്നുള്ള അരി അടക്കം കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് പുതിയ താരിഫുകൾ ചുമത്തുമെന്നാണ് ഭീഷണി. ഇരു രാജ്യങ്ങളുമായുള്ള വ്യാപാര ചർച്ചകൾ കാര്യമായ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിലാണ് ട്രംപിന്റെ പുതിയ നീക്കം. വൈറ്റ് ഹൗസിൽ വെച്ച് അമേരിക്കയിലെ കർഷകർക്കായി ഒരു കാർഷികാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് ട്രംപ് ഇന്ത്യയിൽ നിന്നും മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള കാർഷിക ഇറക്കുമതിയെ വിമർശിച്ചത്. മൈക്രോസോഫ്റ്റ് CEO സത്യ നദേല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷി വികസിപ്പിക്കുന്നതിനായി ഏഷ്യയിലെ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം മൈക്രോസോഫ്റ്റ് പ്രഖ്യാപിച്ചു. 1.5 ലക്ഷം കോടി രൂപയാണ് കമ്പനി ഇന്ത്യയിൽ നിക്ഷേപിക്കുക. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ.
ശബരിമലയിൽ തീർത്ഥാടനത്തിനെത്തി അസുഖം കാരണം മരിക്കുന്നവർക്കായി ഈ സീസണിൽ ആരംഭിച്ച പിൽഗ്രീം റിലീഫ് ഫണ്ടിലൂടെ സമാഹരിച്ചത് 40 ലക്ഷത്തിലേറെ രൂപ. ശബരിമലയിൽ മല കയറുന്നതിനിടയിൽ മരണപ്പെടുന്നവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകാനാണ് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ശബരിമലയിലെത്തി അസുഖം കാരണം മരിക്കുന്ന ഭക്തർക്കായി വിതരണം ചെയ്യുന്ന പിൽഗ്രിം റിലീഫ് ഫണ്ടിൽ ഈ വർഷം ഏകദേശം 40 ലക്ഷത്തോളം രൂപയാണ് എത്തിയിട്ടുള്ളത്. ശബരിമലയിൽ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്ന ഓരോ തീർത്ഥാടകനിൽ നിന്നും നിർബന്ധമല്ലാതെ ഈടാക്കുന്ന 5 രൂപയും സംഭാവന എന്ന രീതിയിൽ താല്പര്യമുള്ളവർ നൽകുന്ന സംഖ്യയും ഉൾപ്പെടെയാണ് 40 ലക്ഷത്തോളം രൂപ പിൽഗ്രിം റിലീഫ് ഫണ്ടിലൂടെ എത്തിയത്. ഈ മണ്ഡലകാലത്ത് 17ഓളം പേരാണ് ഹൃദയാഘാതം പോലുള്ള അസുഖങ്ങൾ കാരണം ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്രക്കിടെ മരിച്ചതെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OC ബിജു പറഞ്ഞു. സംഭാവനയായ 5 രൂപ നൽകാത്തവർക്കും ആനുകൂല്യത്തിന് അർഹതയുണ്ട്. വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സ്പോട്ട് ബുക്കിംഗ് എടുക്കുന്നവർക്ക് ഇത് ലഭിക്കില്ല. നിലയ്ക്കൽ മുതൽ ശബരിമല സന്നിധാനത്തിലേക്കുള്ള നിശ്ചിത വഴികളിലൂടെ നിയമാനുസൃതമായി വരുന്ന തീർത്ഥാടകർക്കെല്ലാം പരിരക്ഷ ലഭിക്കും. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയ സ്വാഭാവിക അസുഖങ്ങൾ കാരണമാണ് മരിച്ചതെന്ന് കാണിക്കുന്ന തീർത്ഥാടന പാതയിലെ ആശുപത്രിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ സഹിതമാണ് ആശ്രിതർ അപേക്ഷിക്കേണ്ടത്. ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെ 4 പേരടങ്ങുന്ന സമിതി ഇത് പരിശോധിച്ച് സഹായം നൽകാൻ നടപടി സ്വീകരിക്കും. 2 ലക്ഷത്തോളം രൂപയാണ് ആശ്രിതർക്ക് നൽകാൻ തീരുമാനമായത്. അന്തിമ ഉത്തരവിറങ്ങുന്നതോടെ ഈ മണ്ഡലകാലത്ത് ശബരിമലയിൽ വെച്ച് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് ഈ പരിരക്ഷ ലഭിക്കും. പുല്ലുമേട് ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ തീർത്ഥാടകർക്കായി ഒരു ദുരിത സഹായ നിധി രൂപവൽക്കരിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സഹായനിധി സ്വരൂപിച്ചത്. MM രാഗേഷ്, അമൃത ന്യൂസ്, സന്നിധാനം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.